ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പീസ് റേഡിയോയിലേക്കുള്ള ഡ്രൈവിനിടയിൽ ഒരു ഓഡിയോ കേട്ടു. നേരത്തെ ഒരു ദമ്പതികൾക്കിടയിൽ നടത്തിയ ചില സംഭാഷണങ്ങളുടെ തുടർച്ചയായിട്ടൊരു സഹോദരി അയച്ചതാണ്. 2 ദിവസത്തെ നോമ്പ് കഴിഞ്ഞു. മൂപ്പര് ഈ ദിവസം വരെ നേരം വരെ ഖുറാൻ തൊട്ട് നോക്കിയിട്ടില്ല. നിങ്ങൾ മൂപ്പരൊന്ന് വിളിക്കണം എന്നായിരുന്നു ഇവരുടെ ഒരാവശ്യം. എനിക്ക് വളരെ ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. അപ്പം ഞാൻ ഒരു സൗഹൃദ സംഭാഷണം എന്നുള്ളവർക്ക് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇതായിരുന്നു: ഇരിക്കാൻ നേരം കിട്ടേണ്ട മൗലവീന്നായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ ഫ്ലാറ്റായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇരുന്നിട്ടോ നിന്നിട്ടോ കടന്നിട്ടോ തല കുത്തനെ നിന്നിട്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഓതണമെങ്കിൽ ഇരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചത് ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ടേ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇരിക്കണത് ഹൈർ. പക്ഷെ അതല്ലെങ്കിൽ ഓതാലോ അല്ലെ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് പണ്ടാണെങ്കിൽ ഇത് പറയുമ്പോൾ പരിഹാരമല്ലല്ലോ. ഓരോരുത്തരും വലിയ മുസഹഫ് ആയിട്ട് പോകണം. ഇന്നിപ്പോൾ ഒരുപാട് ആപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് കിട്ടുന്ന ജമീൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഹോം വിൻഡോ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഖുർആൻ ഉണ്ട്. ഖുർആൻ്റെ സൂറത്തുകൾ ഇങ്ങനെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൂറത്തിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഖുറാന്റെ വ്യത്യസ്തമായ വ്യൂ നിങ്ങൾക്ക് കിട്ടും. അർത്ഥസഹിതമുള്ളത്, റീഡിംഗ് മോഡലുള്ളത്, വ്യത്യസ്ത കളർ കോഡിലേക്കൊക്കെ മാറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യം ലഭ്യമാണ്. മാത്രമല്ല ബുക്ക് മാർക്ക് ലഭ്യമാണ്. ഒരുപാട് സൗകര്യങ്ങളോട് കൂടി ജമീൽ അങ്ങനെ ഖുർആനിന്റെ ഒരു പുതിയ ആപ്പ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് റമദാനിൽ തന്നെ ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പുതിയതായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് നടത്തിപ്പിൽ വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്. പീസ് റേഡിയോ ആണെങ്കിലും ജമീലാണെങ്കിലും മീഡിയ സ്കൂൾ ആണെങ്കിലും ഒക്കെ വമ്പിച്ച സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഇതിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് ജാരിയായ പുണ്യാണ്. ഇപ്പൊ ഈ വ്യക്തികൾ ഈ ഖുറാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കോഹരി നമുക്ക് കിട്ടും. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒക്കെ കിട്ടും. അപ്പൊ ഇൽമു നാഫി എന്നുള്ള ഇനത്തിലാണ്, ഉപകാരപ്പെടുന്ന വിജ്ഞാനം എന്നുള്ള ഇനത്തിലാണ് ഇതൊക്കെ പെടുക. അതുകൊണ്ട് റമദാനിന്റെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ കൊടുക്കും. പൊതുവേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്ത ആളുകളൊക്കെ നമ്മളെ റിമൈൻഡ് ചെയ്യാതെ തന്നെ കൊടുക്കും. നിങ്ങളൊരു പുതിയ 4-5 ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇപ്പൊ ഈ ഖുറാനിന്റെ ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്ത ബസ്സിലും യാത്രയിലും ജോലി സ്ഥലത്ത് ഫ്രീ ടൈമിലും ഒക്കെ ഇത് പാരായണം ചെയ്യാൻ കഴിയും. റമദാനിനെ ഖുർആൻ കൊണ്ട് സമ്പന്നമാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ പീസ് റേഡിയോയുടെ വിൻഡോ തുറന്നാൽ നിങ്ങൾക്ക് അതിൽ ഡൊണേറ്റ് ബട്ടൺ കാണാം. ജമീലിന്റെ സൈഡിൽ ആ 3 വരകളുള്ള ഭാഗത്ത് ഡൊണേറ്റ് ബട്ടൺ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക. ജസ്റ്റ് വീഡിയോയിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ബട്ടൺ കിട്ടും. എന്തായാലും നിങ്ങളുടെ തുക ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.